ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ ജീസസ് കൂട്ടുകാർക്കും ഈ ഒരു ദിവസത്തിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ലൂക്ക 1:35 പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മളെല്ലാവരും ഒരു പെന്തക്കുസ്ത ദിവസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണിത്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ആ സെഹിയോൻ ഊട്ടുശാലയില് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരിലും തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിയോ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സഭയില് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.